പല പ്രസ്ഥാനങ്ങളെ ശ്രീ ബാസുചന്ദ്ര ബാബു ഇപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും ഇതില്ല. UDF തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ അവർ പ്രത്യേകമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ ഉപരി UDFിനകത്തെ ഐക്യമാണ് പ്രധാനമായിട്ടുള്ളത്. ആ ഐക്യം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും. സീറ്റ് വിഭിന്ന ചർച്ച ഞങ്ങൾ ആരംഭിച്ചു. ലീഗുമായിട്ട് ഇന്നലെ നടത്തിയ ചർച്ച വളരെ വിജയമായിരുന്നു. 1ാം റൗണ്ട് ചർച്ചയാണ് നടത്തുന്നത്. നാളെ കോഴിക്കോട്ട് വെച്ച് നടക്കും. 5ാം തീയതി കേരള കോൺഗ്രസുമായിട്ട് പ്രിലിമിനറി ചർച്ച നടക്കും. 7ാം തീയതി മറ്റെല്ലാ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകളുണ്ട്. 1ാം റൗണ്ട് ചർച്ച 7ാം തീയതി കൊണ്ട് കഴിയും. UDF അതിനുള്ള എല്ലാ ഒരു ചിട്ടയും ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, ഞാനത് പറയത്തില്ല. അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവരെയൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരെ ഒന്നും ഒരു വിധത്തിലും ആക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. ആയിക്കട്ടെ, അതാത് പാർട്ടിയല്ല, നമുക്ക് ചെയ്യാനൊക്കില്ല. അതാത് പാർട്ടികളാണ് ആ കാര്യങ്ങൾ നോക്കേണ്ടത്. അവരൂടി പിന്നെ UDFിൻ്റെ ഭാഗമായി ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് UDFിൻ്റെ ഭാഗമാകുന്നതിൽ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം UDFിൽ ഇല്ല. മാണിയുടെ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായിട്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഇലക്ഷൻ അടുത്ത സാഹചര്യത്തിൽ വേണ്ടി ഒരു നീക്കം കേരള കോൺഗ്രസ്. ശ്രീ ബാസുചന്ദ്ര ബാബു, താങ്കളിലേക്ക് തന്നെ തുടരാം. അതായത് ഒരു ആദർശത്തിന്റെ പരിവേഷം ഇക്കാര്യത്തിൽ കാണേണ്ടതുണ്ടോ ശ്രീ ബാസുചന്ദ്ര ബാബു? അല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി കേരള കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാര ചരിത്രത്തിൽ പലപ്പോഴും ഒന്നിച്ചും മിക്കപ്പോഴും പിളർന്നും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് സഞ്ചരിച്ചിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അധികാരഭ്രമമായി ഈ ഗതിവിഗതികളെ വ്യാഖ്യാനിക്കുക എളുപ്പമാണ്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവർ പറയുന്ന ഭിന്നിച്ചു വരുന്ന ഫ്രാൻസിസ് ജോർജ് അടക്കം ഉള്ള ആളുകൾ പറയുന്ന, നേരത്തെ സജീവൻ വിശദീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം BJPയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും അങ്ങേറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാനത് കാണുന്നതിൻ്റെ കാരണം, ഇന്ന് ഇന്ത്യ എന്ന രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയുണ്ട്. ആ രാഷ്ട്രീയ പ്രക്രിയയിൽ ജനകീയ വികാരങ്ങൾക്കെതിരെ നിലപാട് എല്ലാ അർത്ഥത്തിലും പാർട്ടിയാണ് BJP. അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണം. ആ BJPയുമായി കൈകോർത്ത് പിടിക്കാൻ മാണിയും മാണിയുടെ പുത്രനും രഹസ്യമായി ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി അമിത്ഷായെ അടുത്ത കാലത്ത് കാണുകയും ഒക്കെ ചെയ്തു, രഹസ്യമായി കാണുകയും ചെയ്തു എന്നൊക്കെ അവർക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് പറയുന്നത്. അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഇതിന് മുമ്പ് അത്തരം സംഭവഗതികൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരുപക്ഷെ മാണിയെ സംബന്ധിച്ച് അത്തരമൊരു സാധ്യതയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ധാരാളം നടന്നിരുന്നു, വാർത്തകളും വന്നിരുന്നു. പക്ഷേ അമിത്ഷായെ കോട്ടയത്ത് വരുമ്പോൾ യാദൃച്ഛികമെന്ന വണ്ണം കാണും എന്ന സൂചനയല്ലാതെ ആ കാഴ്ചയും നടന്നില്ല. അല്ലാതെ ഒരു കാഴ്ചയെ സംബന്ധിച്ച വാർത്ത നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ രാജിവെച്ചവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അമിത്ഷയുമായി ചില ധാരണകൾക്ക് രൂപം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചങ്ങാത്തം രൂപപ്പെടുന്നു എന്ന് പറയുമ്പം കേരള കോൺഗ്രസ് എന്ന പാർട്ടി അതിൻ്റെ ആവിർഭാവത്തിലോ വളർച്ചയിലോ അത്തരമൊരു അവസ്ഥാന്തരത്തെ ഇഷ്ടപ്പെടാൻ ഇടയുള്ള പാർട്ടിയല്ല. കാരണം കേരളത്തോട് എങ്ങനെയാണ് BJP സർക്കാർ സമീപിക്കുന്നത് എന്നതു മാത്രമല്ല, കേരളം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റമുണ്ട്, ഒരു മൂല്യഘടനയുണ്ട്. ആ മൂല്യഘടനയ്ക്ക് ജനാധിപത്യം, മതേതരത്വം, ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ ആ ഘടനയ്ക്കെതിരാണ് BJP എന്നറിഞ്ഞുകൊണ്ട് തന്നെ BJPയുമായി താൽക്കാലിക ലാഭത്തിന് വേണ്ടി BDJSനെ പോലെയുള്ള ഈ വിഭാഗങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻനിർത്തി ഞങ്ങൾ അവസരവാദികളാണ് എന്ന് അവർ തന്നെ പറയുന്ന വിഭാഗങ്ങളുടെ അവസ്ഥയിലേക്ക് കേരള കോൺഗ്രസ് തരം താഴുമ്പോൾ അതിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവ സമയത്തെ മൂല്യത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന ആളുകൾക്ക് രാജിവെക്കാതെ നിർവാഹമില്ല. ഫ്രാൻസിസ് ജോർജ് നിസ്സാരനായ ഒരു കേരള കോൺഗ്രസ് നേതാവല്ല. രാജിവെച്ചവർ പ്രധാനപ്പെട്ട നേതാക്കളാണെന്ന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയും പറയുകയുണ്ടായി. ആ അർത്ഥത്തിൽ അവർ രാജിവെച്ച് പുറത്തേക്ക് വരുമ്പോൾ അതിന് പ്രത്യയശാസ്ത്രപരമായൊരു ഉള്ളടക്കമുണ്ട്. ആനുകാലികതയിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട സമരം ആ നിലയ്ക്കുള്ള ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെങ്കിൽ ആ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ അണിചേരാൻ
തന്നെയാണ് ആശയപരമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനമാണ് പ്രധാനം. ആ തെരഞ്ഞെടുപ്പ് വരാം, ജയിക്കാം, തോൽക്കാം, മുന്നണി ഉണ്ടാകാം, പിരിയാം, പിന്നെയും യോജിക്കാം, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇന്ന് ആസന്നമായിരിക്കുന്ന വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ, ഫാസിസ്റ്റ് വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ, JNUവിൻ്റെ സംഭവഗതികളടക്കം, ആ പശ്ചാത്തലത്തിൽ അതിനെതിരെ ഏകോപനം നടക്കുമ്പോൾ ആ ധ്രുവീകരണത്തിന് ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ശ്രീ A. സജീവൻ, ആന്റണി രാജു ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാര്യം, LDF നിന്ന് തങ്ങൾക്ക് വാഗ്ദാനമൊന്നും ഇതുവരെ, അതായത് പത്രസമ്മേളനം നടത്തുന്ന സമയം വരെ ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. രണ്ടാമതായി അദ്ദേഹം അതിനനുബന്ധമായി പറഞ്ഞത്, ഞങ്ങൾ 20 വർഷം LDFനൊപ്പം പ്രവർത്തിച്ചവരാണ് എന്നും കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുകയുണ്ടായി. എങ്ങനെ വായിച്ചെടുക്കാം ഈ രണ്ട് പ്രസ്താവനകളെ? ഇല്ല, പരസ്യമായിട്ടുള്ള ഒരു ചർച്ചയും നടന്നതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വാസത്തിലെടുക്കുന്നില്ല. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം മാറി ചിന്തിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പിടിവള്ളി അപ്പുറത്തുണ്ടാവണം. അങ്ങനെ ഒരു സാധ്യത, പ്രത്യേകിച്ച് വ്യക്തികൾ പോകും. ഇപ്പോൾ R. ബാലകൃഷ്ണപിള്ള പോയി, PC ജോർജ് പോയി, അപ്പോഴൊക്കെ ഈ ചർച്ചയൊന്നും നടത്തിയിട്ട് പോകുന്നില്ല. അപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പോകുന്നതാണ്. ഇവിടെ ഏതാണ്ട് ഒരു പാർട്ടിയുടെ പകുതിയിലും ഒരു നല്ലൊരു ശതമാനം അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കവിടെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്വീകരണം അവർക്ക് കിട്ടുമെന്നുള്ളൊരു ധാരണയെങ്കിലും അനൗപചാരികമായിട്ട് ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അവർ ഇത്രയും ശക്തമായ നിലപാടെടുത്ത്. നേരത്തെ തന്നെ അതിൻ്റെ സൂചനകളൊക്കെ പലപ്പോഴും വന്നതാണ്. ഇവർ കൃത്യമായ നിലപാടെടുക്കട്ടെ. ഇലക്ഷന് വേണ്ടിയിട്ട് ഏതാനും സീറ്റിന് മോഹിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് വരേണ്ട കാര്യമില്ല. ആശയപരമായിട്ടുള്ള ഭിന്നതയാണെങ്കിൽ, ആശയപരമായിട്ടാണ് പിളർന്നു വരുന്നതെങ്കിൽ സ്വീകരിക്കാമെന്ന് നേരത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനും മറ്റ് നേതാക്കന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. ഗാനം മാത്രമാണ് ഒരു ചർച്ചയും നടത്തുന്നില്ല, ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. CPMൻ്റെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ CPMൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് വേണ്ട ഏതാണ്ട് പച്ചക്കൊടി പല രീതിയിൽ അനൗപചാരികമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇന്നും ആന്റണി രാജുവിൻ്റെ ഈ പത്രസമ്മേളനത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതികരണം വെച്ചുകൊണ്ട് നമുക്കറിയാവുന്നതാണ്, അവർ UDFനെയും മറ്റു മാണിയെയും UDFനെയും തള്ളി പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവരെ അക്കാര്യം പരിഗണിക്കുക. അതൊരു ഏറ്റവും വളരെ കൃത്യമായിട്ട് നിലപാടാണ്. അതല്ലാതെ നേരത്തെ തന്നെ ചർച്ച നടത്തിയെന്നും ഞങ്ങൾ സ്വീകരിക്കാമെന്നും പറഞ്ഞാൽ ഈ LDFന് വലിയൊരു ക്ഷീണമുണ്ടാക്കിയിട്ടുള്ള പ്രശ്നമുണ്ട്. JDUവിനെ സ്വീകരിക്കാൻ തയ്യാറായി ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ച് അവരെ സ്വീകരിക്കാം. ഈ വീരേന്ദ്രകുമാർ വളരെ നല്ല നേതാവാണ്, നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് പ്രകീർത്തിച്ചെങ്കിൽ പോലും പെട്ടെന്ന് അവസരവാദത്തിന് വേണ്ടിയിട്ട് അത് വെച്ചുകൊണ്ട് സീറ്റ് വിലപേശിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ നേടിക്കൊണ്ട് JDU അപ്പുറത്ത് നിന്നു. അപ്പം അതുകൊണ്ട് LDF വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത തരത്തിൽ, തലവേദന ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ അടിത്തട്ടിലും അണിയറയ്ക്ക് പിന്നിലൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ട് നടക്കാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും പത്രസമ്മേളനം നടത്തി. അവർ സീറ്റിൻ്റെ കാര്യത്തിൽ നിന്ന് പറയും. കാരണം ആ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവർ മാറി വരുന്നത് എന്ന് ആരും ആരോപിച്ചിട്ടും കാര്യം. ഇനി ആരെങ്കിലും ആരോപിക്കുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം 3 സീറ്റുകൾ, പ്രധാനപ്പെട്ട 3 സീറ്റുകൾ, അതിൽ ഒരാൾ സിറ്റിംഗ് MLA പോലും ഒഴിഞ്ഞെടുക്കുന്നു. കോതമംഗലത്ത് നിൽക്കാമെന്ന് TU കുരുവിള പറയുന്നു. അപ്പം 3 പേർക്ക് എന്തായാലും, ഇപ്പം KC ജോസഫിന് അദ്ദേഹം മത്സരിച്ച കുട്ടനാട്, ആന്റണി രാജുവിന് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സീറ്റ്, ഇടുക്കിയിൽ ഈ ഫ്രാൻസിസ് ജോർജിന് കോതമംഗലം, ഇത്രയും കിട്ടിയാൽ പിന്നെ ഇടുക്കിയാണ് ഈ PC ജോസഫിൻ്റെ താല്പര്യം. അതിൽ മാത്രമാണ് ഒരു തടസ്സവാദമായിട്ട് നിൽക്കുന്നത്. ആ പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകൾ അവർക്ക് സെക്യൂറാണ്. ഇപ്പോൾ 4 പേരിൽ 3 പേർക്കും സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറേണ്ട കാര്യമില്ല. ഒരാൾക്ക് മാത്രമായിട്ട് മാറും. അത് മാത്രമല്ല, PC ജോസഫ് നേരത്തെ തന്നെ പുകഞ്ഞ കൊള്ളി എന്ന നിലയ്ക്ക് മാണിക്ക് തീർത്തും അപ്രിയനായിട്ടുള്ള ഒരാളാണ്. അപ്പം ബാക്കി 3 പേരെയും സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടും അവർ പുറത്തു വരുന്നു. ആ പുറത്തു വരുന്നതിന് അവർ പറയുന്ന കാരണങ്ങളും പ്രധാനപ്പെട്ട, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിന് അംഗീകരിക്കാം, പക്ഷേ നേതാവിൻ്റെ മകനെ നേതാവായിട്ട് വാഴിക്കണം, അതും വളരെ ഇളം പ്രായത്തിൽ വാഴിക്കണം എന്നൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്.
രണ്ടാമത്തേത് പറയുന്ന രൂപത്തിലുള്ള ആന്റണി രാജു ചോദിച്ചൊരു ചോദ്യം, അത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാൽ പോലും ഫെബ്രുവരി 2-ന് ഡൽഹിയിൽ വെച്ച് അമിത്ഷായെ കണ്ടതിനെ നിഷേധിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ശരിയാണ് എങ്കിൽ അങ്ങനെ അമിത്ഷായുമായിട്ട് എന്തെങ്കിലും ഇവരുടെ ഒരേ പാർട്ടിയിൽ നിന്നുകൊണ്ട് അവർക്കറിയാമല്ലോ എന്തെല്ലാം ചർച്ചകൾ നടത്തിയെന്നുള്ള കാര്യം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് മാണി ഗ്രൂപ്പിന്, മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് വളരെ ദോഷം ചെയ്യും. മാത്രമല്ല, തന്ത്രപരമായിട്ടുള്ള നിലപാട് അവർ ഇപ്പോഴും എടുക്കുന്നുണ്ട്. PJ ജോസഫിനെയോ തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 MLA-മാരെയോ അവരൊരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അവരുൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചു വന്നേക്കും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും കിട്ടുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കളങ്കിത ഗ്രൂപ്പല്ല. കേരള കോൺഗ്രസിൽ നിന്ന് നമ്മൾ ശരിയായാലും തെറ്റായാലും KM മാണിക്കെതിരെ വന്നുള്ള ആരോപണം കോടതി പോലും പറഞ്ഞു KM മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന്. കേരളം KM മാണിക്കെതിരെ FIR അന്വേഷണം നടത്തണമെന്നും കേസെടുക്കണമെന്നും പറഞ്ഞു. അതൊക്കെ നടക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നൊരു ഘട്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തെല്ലാം വിജിലൻസ് പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് റഫർ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കളങ്കിതമായിട്ടുള്ള ഒരു ആരോപണം ഒരു വ്യക്തിയും, ഈ ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും ആന്റണി രാജു ആണെങ്കിലും ഡോക്ടർ KC ജോസഫ് ആണെങ്കിലും PC ജോസഫ് ആണെങ്കിലും, ഇവർക്ക് അങ്ങനെ കളങ്കിതരെടുക്കണമോ എന്നുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇനി പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ഇടതുപക്ഷം അവർക്ക് സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ തെറ്റായിട്ടൊന്നുമില്ല. ഇത് രാഷ്ട്രീയമാണ്. പരമാവധി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഏത് മുന്നണിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അതിന് ശ്രമിക്കും. ആ ശ്രമം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ അവർ പോകാതിരിക്കാൻ മറുപുറത്ത് ഇപ്പം ഗുരുവിളയെപ്പോലുള്ള ഒരാൾ സ്വന്തം മണ്ഡലം പോലും വിട്ടുകൊടുക്കുന്നു. മാണി പരമാവധി ശ്രമിച്ചു നോക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുരേന്ദ്ര ബാബു, ജോസഫ് വിഭാഗം ഇടതുമുന്നണിയിൽ ദീർഘകാലം ഉണ്ടായിരുന്നവരാണ്. ഇടതുമുന്നണിയുടെ സംസ്കാരവുമായി യോജിച്ചു പോയവരാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശന സാധ്യതകൾ എത്രത്തോളമുണ്ട്? അല്ല, അതിനകത്ത് ഇടതുമുന്നണിയിലേക്ക് ജോസഫ് വിഭാഗത്തിനോ അതേപോലെ തന്നെ ജനതാ വിഭാഗത്തിനോ ജനതാദൾ യുവിനോ വരുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് തന്നെ സത്യത്തിൽ CPM-ൻ്റെ നേതാക്കൾ പറഞ്ഞതാണ്. അതിന് കാരണം ഇതിനു മുമ്പ് ആ തരം രാഷ്ട്രീയ കൊള്ളകൊടുക്കലുകൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. സത്യത്തിൽ അന്നങ്ങനെ പറയുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന സഖ്യശക്തികൾ തിരിച്ചു വരുന്നു എന്ന നിലയ്ക്ക് മാത്രമാണ്. ഇന്ന് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക. അതാണ് ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. നമുക്ക് ലളിതമായൊരു ഉദാഹരണം എടുക്കാൻ. ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പാർട്ടി പിളർന്ന് 2 പാർട്ടി ആകുമ്പോൾ 2 കൂട്ടരെയും അക്കോമഡേറ്റ് ചെയ്തുകൂടെ. അപ്പം യു ഡി എഫിന് അങ്ങനൊരു രീതിയേ ഇല്ല, അങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. പച്ചക്കള്ളമല്ലേ? കാരണം അദ്ദേഹം നയിക്കുന്ന UDF-ൽ തന്നെ 3 കേരള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളുണ്ടല്ലോ. അങ്ങനെ തന്നെ അവരെ നിലനിർത്തിയിരുന്നല്ലോ. അപ്പം 4 കേരള കോൺഗ്രസിൻ്റെ ആളുകളെ അവർ ഏകോപിപ്പിച്ചിട്ടുണ്ട്. UDF എക്കാലത്തും അത് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടല്ല UDF എല്ലായ്പ്പോഴും അവരുടെ സഖ്യശക്തികളെ കണ്ടെത്തുന്നത് എന്നതാണ് പ്രധാനം. മാർക്സിസ്റ്റ് വിരോധം മാത്രമാണ് അവർക്ക് പൊതുവായുള്ളത്. ഇവിടെ നാം പരിശോധിക്കുക, അത് ശ്രീ സജീവൻ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ നാം പരിശോധിക്കുക, RSP LDF-ൽ നിന്ന് UDF-ലേക്ക് പോയപ്പോൾ എന്ത് രാഷ്ട്രീയ നിലപാടാണ് RSPക്ക് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്? പ്രേമേന്ദ്രനടക്കം ഒരു രാഷ്ട്രീയവും അവർ പറഞ്ഞില്ല. CPM-ൻ്റെ ഏകാധിപത്യം, JDU അങ്ങനെ പോയപ്പോഴും CPM-ൻ്റെ ഏകാധിപത്യം അത് രാഷ്ട്രീയ നിലപാടല്ല. മറിച്ച് കേരള കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, വരികയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കിയതിന് ശേഷം ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് CPM എടുത്തത്. അതിനകത്ത് കൃത്യമായും ഉന്നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം ഞാൻ സൂചിപ്പിച്ചതുമാതിരി BJP-യുമായുള്ള ബന്ധം തന്നെയാണ്. അവിടെ നാം പറയുമ്പം ഈ ഫെബ്രുവരി 2-ാം തീയതി അമിത്ഷായെ കണ്ടോ ഇല്ലയോ എന്ന കാര്യം പരിശോധിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ നിരാഹാരവും തുടർന്ന് അദ്ദേഹം ദില്ലിയിൽ പോയി വാണിജ്യകാര്യമന്ത്രിയെ കണ്ട കാര്യവും ഒക്കെ പരിശോധിക്കണം. അങ്ങനെ നടക്കുമ്പോൾ നാം കണ്ട ഒരു കാര്യം, ജോസ് കെ മാണി നിരാഹാരം കിടക്കുന്നു. സത്യത്തിൽ KM മാണിക്ക് കിടക്കാൻ കഴിയില്ലെങ്കിൽ മറ്റ് ഉന്നത ശിക്ഷരായ സീനിയറായ മറ്റാളുകളാണ് കിടക്കേണ്ടത്. ജോസ് കെ മാണി തന്നെ കിടക്കണമെന്ന് ശഠിക്കുന്നു KM മാണി. ജോസ് കെ മാണി കിടക്കുന്നു. പെട്ടെന്ന് ദില്ലിയിൽ നിന്ന് വിളി വരുന്നു,
ദില്ലിയിൽ നിന്ന് അദ്ദേഹം നിരാഹാരത്തിന് ശേഷം ദില്ലിയിലേക്ക് എത്തുന്നു. വാണിജ്യകാര്യ വകുപ്പ് മന്ത്രിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ദൃശ്യം പോലും നാം കണ്ടതാണ്. ആ സംഭാഷണത്തിലൂടെ 500 മുതൽ 1000 കോടി രൂപയുടെ വരെ പ്രത്യേക പാക്കേജ് റബ്ബറിന് നൽകും എന്ന കാര്യം ഇരുകൂട്ടരും പറയുന്നത് നാം കേട്ടതാണ്. ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ധനവകുപ്പിന് റെഫർ ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് എ മാറ്റർ ഓഫ് റെഫറൻസ് ഉള്ളി, ലഭിക്കും, പ്രഖ്യാപനം വരും എന്നാണല്ലോ പറഞ്ഞത്. ഒപ്പം തന്നെ കോട്ടയത്ത് വെച്ച് കെ എം മാണി അമിത്ഷായെ കാണുമെന്നും പറഞ്ഞു. ആ ഒറ്റ കൂടിക്കാണലിന് വേണ്ടി, അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അമിത്ഷാ കോട്ടയത്തേക്ക് സഞ്ചരിച്ചു, മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ, ചില വാല്യുബിൾ എന്ന് പറയാവുന്ന കാരണമില്ലാതെ. അങ്ങനെ സഞ്ചരിച്ചിട്ട് പോലും കാണാൻ കഴിയാതെ പോയത് UDF തുടർന്ന് നിൽക്കാനുള്ള മാണിയുടെ മാത്രം ആഗ്രഹം കൊണ്ടായോ? ഏതായാലും അതിനുശേഷം എന്താണ് സംഭവിച്ചത്? റബ്ബറിന് നൽകാമെന്ന് പറഞ്ഞ സഹായം നൽകാതിരിക്കുന്നു. അങ്ങനെയുള്ള പരിശോധിക്കുമ്പം ഫെബ്രുവരി 2-ാം തീയതി കണ്ടിരിക്കണം എന്ന സാമാന്യ യുക്തിയിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. അത് ഇപ്പോൾ ആന്റണി രാജു പറയുമ്പോൾ ആരും നിഷേധിക്കുന്നുമില്ല. അങ്ങനെ കാണുന്ന ഒരു സാഹചര്യത്തിൽ BJPയുടെ സഖ്യശക്തിയായി നിൽക്കുന്ന ഒരു വിഭാഗവുമായി, അത്തരമൊരു രാഷ്ട്രീയം പങ്കുവയ്ക്കുന്നൊരു വിഭാഗവുമായി കൈകോർത്ത് പിടിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയും, ഇടതുപക്ഷത്തിന് കഴിയില്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ സവിശേഷത ഏതാണ്? അത്തരമൊരു സാഹചര്യത്തെ മുൻനിർത്തി ഈ നിലയ്ക്ക് കൈകോർക്കുന്നവരുടെ രാഷ്ട്രീയ സദാചാര ഭംഗത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് രാജിവെച്ച് വരുന്നവർ തുറന്നു പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ വിഭാഗം കേരള കോൺഗ്രസ് എങ്കിലും ഈ BJP വിഭാഗവുമായി കൈകോർത്ത് പിടിക്കില്ല. അതുതന്നെയാണ് രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഒരുപക്ഷെ ഇപ്പോൾ കേരള കോൺഗ്രസിൽ സംജാതമായിരിക്കുന്ന ഈ പിളർപ്പെന്നോ അല്ലെങ്കിൽ വിട്ടുപോകലോ അതിൻ്റെ ഏറ്റവും പുരോഗാമിയായ വശം. അതാണ് ഇപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ നിർണയിക്കുന്ന പ്രധാന ഘടകം. അത് തന്നെ പ്രധാനപ്പെട്ട ഘടകവും പ്രശ്നവും രാഷ്ട്രീയ അടിസ്ഥാനവുമായി ഇടതുപക്ഷം കാണുന്നു എന്നത് വലിയ ഒരു കാര്യമായി തന്നെ ഞാൻ. സുരേന്ദ്ര ബാബു, ശ്രീ ആന്റണി രാജു എടുത്തു കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, കസ്തൂരിരംഗൻ വിഷയത്തിൽ മാണി ഗ്രൂപ്പ് വിടാൻ ഒരു ഘട്ടത്തിൽ അവർ തീരുമാനിച്ചതാണ്. പക്ഷേ ആ ഒരു നീക്കത്തിന് തടയിട്ടത് KM മാണിയാണ്. ഒപ്പം ഇപ്പോഴും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കസ്തൂരിരംഗൻ വിഷയത്തിലെ അതൃപ്തി, അതിലെ വിയോജിപ്പുകൾ പാർട്ടി വേദിയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടുള്ള ഒരു പ്രസ്താവനയാണ്? കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി പറഞ്ഞ പരിഹാരം, അല്ലെങ്കിൽ അത് ഒരു ഗൗരവതരമായ അന്തിമമായ പരിഹാരമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഒരു മാപ്പും ഒക്കെ ഉണ്ടാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തീരുമാനവും ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം ഇപ്പോൾ നാം പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ലല്ലോ. അതിന് കേന്ദ്ര സർക്കാർ അതിനെ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആയിരുന്നു, അവർ ഏകദേശം അംഗീകരിക്കുന്ന മാതിരി നിലപാടെടുത്തു. പക്ഷെ അതിനുശേഷം BJP സർക്കാർ വന്നു, അവരംഗീകരിക്കുന്ന ആദ്യം സൈലൻസ് പുലർത്തിയെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അവർ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടെടുത്തു. ഹരിത ട്രൈബ്യൂണലിലും ആ നിലപാടിലേക്ക് തന്നെ നീങ്ങുന്നു. അതുകൊണ്ട് അതുമായി ബന്ധിപ്പിച്ച പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പരിഹാരം അടുത്തെങ്ങും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധിപ്പിച്ച പശ്ചിമഘട്ട സംരക്ഷണം ഒരു പ്രധാന വെല്ലുവിളിയായി കേരളത്തിലെ കുടിയേറ്റ കർഷകരെ, അല്ലെങ്കിൽ കാർഷിക രംഗത്ത് നിൽക്കുന്ന വാണിജ്യ വിളകളിൽ ആശ്രയിച്ച് നിൽക്കുന്ന വിഭാഗത്തെ ബാധിക്കുന്ന അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനെയും നേരിടാൻ KM മാണിക്ക് എത്ര കഴിയും എന്ന കാര്യം, KM സത്യത്തിൽ ഈ നിലവാരത്തിലുള്ള ഡിസിഡൻസ് ഒക്കെ വരുന്നതിന് അടിസ്ഥാന കാരണം KM മാണി നേതൃത്വം കൊടുക്കുന്ന ഈ കേരള കോൺഗ്രസിൻ്റെ ശൈഥില്യമാണ്. ദയവായി ശ്രീ ഭാസ്കരബാബു തുടരുക. ഇപ്പോൾ മുതിർന്ന CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മാണി ഗ്രൂപ്പ് കൂടി പിളർന്നിരിക്കുന്നു, UDF ശിഥിലമായി വരുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ ഈ രാഷ്ട്രീയ മാറ്റത്തെ? UDFിനകത്തുള്ള പല കക്ഷികളിലും ഇതുപോലുള്ള അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതെ, അതിന്റെ ഭാഗമായിട്ട് ആണിപ്പോ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും KC ജോസഫും എല്ലാം വിട്ടു വരാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങളായി അവർ പറയുന്നു, ഞങ്ങളിവിടെ ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള താല്പര്യത്തിലല്ല പറയുന്നത്. LDF നേരത്തെ പറയുകയുണ്ടായി, ഇക്കാര്യത്തിൽ കേന്ദ്ര BJP ഗവൺമെന്റിന്റെ വർഗീയ ഫാസിസ്റ്റ് സമീപനത്തിലും
കേരള ഗവൺമെന്റിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരായ പരസ്യമായ ഒരു നിലപാട് ഇവർ പറയട്ടെ. സ്വീകരിച്ചു വന്നാൽ അവരെ സ്വാഗതം ചെയ്യുന്നതിന് നമുക്കൊരു മടിയുമില്ല. കാരണം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അഴിമതിയും വർഗീയ പാർട്ടിയും. ഇതിന് രണ്ടിനെ എതിർക്കാൻ ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാണ് അവർ ഇന്നിപ്പോ പരസ്യമായി സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് വരുന്നവരെ തള്ളിപ്പറയാൻ സാധിക്കില്ലല്ലോ, സ്വാഗതം ചെയ്യാനല്ല. നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ രണ്ട് നിലപാടുകൾക്കും എതിരായി യോജിക്കാവുന്നവരെയൊക്കെ യോജിപ്പിച്ച് നിർത്തുക എന്ന സമീപനമാണ് ഇടതുപക്ഷം നയിച്ചത്. അവരിപ്പുറത്ത് വന്നാൽ അവരുടെ സീറ്റ്, അവരുടെ മറ്റു കാര്യങ്ങളെ അതൊക്കെ അവരുടെ അതിനുശേഷം എടുക്കേണ്ട നിലപാടാണ്. ഇപ്പൊ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് UDF വിട്ടു വന്നു. പിന്നെയും ഏതെല്ലാം കക്ഷികളാണ് ഇതേപോലെ ചിന്താഗതി വരുന്നതെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സീറ്റിന്റെ കാര്യമൊക്കെ തീരുമാനിച്ചതല്ലോ, അതൊക്കെ പിന്നീട് ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഡിമാൻഡ് അവരിപ്പോ പറഞ്ഞിട്ടുമുണ്ട്. രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചാണ് പറ്റുന്നത്. അല്ലാതെ ഇപ്പുറത്തെ UDF തോക്കുമെന്ന് കണ്ടിട്ട് ഇപ്പുറത്ത് വന്ന് LDF ചേരുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയമായി കയ്യമ്പാണിയും കൂട്ടരും എടുക്കാൻ നിലപാടിനോട് ഒരു കാരണവശാലും ചോദിക്കാനൊക്കെ. അതെ, തീർച്ചയായും ശ്രീ ആനന്ദലോട്ട് ആനന്ദൻ. അത് തന്നെയാണ് ശ്രീ ആന്റണി രാജു വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത്. സീറ്റല്ല ഞങ്ങളുടെ മുദ്രാവാക്യം. കാരണം കോതമംഗലം, മൂവാറ്റുപുഴ അടക്കമുള്ള ഉറച്ച സീറ്റുകൾ വെച്ച് നീട്ടിയിട്ടും ഞങ്ങൾ നോ പറഞ്ഞവരാണ്. ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട്. കസ്തൂരിരംഗൻ വിഷയത്തിൽ മാണി സ്വീകരിക്കുന്ന നിലപാട്, മകനിലേക്ക് അധികാരം കൈമാറുന്ന നിലപാട്, ഒപ്പം കുടുംബവാഴ്ചയ്ക്കെതിരായ പ്രതിരോധം, അഴിമതി, BJP സഖ്യം, ഇത്തരം ചില രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിലയ്ക്ക് ഇവരുമായി തുടർ ചർച്ചയ്ക്കുള്ള സാധ്യത, തുടർ സഖ്യത്തിലുള്ള സാധ്യത എത്രത്തോളമുണ്ട് LDF-ന്? ശ്രീ ആനന്ദലോട്ടം. അതെ 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 അല്ല, ഈ നിലപാട് ഇപ്പൊ അവരെടുക്കുന്ന നിലപാടിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഇപ്പോൾ ശ്രീ മാണിയും കൂട്ടരും എടുത്ത നിലപാട്, അതുപോലെ മാണിയോടൊപ്പം നിൽക്കാൻ നിശ്ചയിക്കുന്ന ജോസഫ് എടുക്കുന്ന നിലപാട്, ഇതെല്ലാം ഈ അഴിമതിക്ക് ആരോപണത്തിന് വിധേയമായ അവരുമായി യോജിച്ചു നിൽക്കുന്നതാണ്. ആ നിലപാടിനോട് ചോദിക്കാം. മാത്രമല്ല, ഇവിടെയുള്ള ഏറ്റവും അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് EFL-ന്റെ കാര്യമാണ്. അയരഞ്ചേരിയത് ഇവരുടെ കൃഷിക്കാരുടെ ഒരു പാർട്ടിയാണ്. ഇടുക്കിയും മധ്യ തിരുവിതാംകൂറാവിന്റെ സ്വാധീനമുള്ളത്. അവിടെയെല്ലാം EFL-ന്റെ പേര് പറഞ്ഞുകൊണ്ട് കൃഷിക്കാരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി അവർക്ക് ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് എതിരായിട്ടാണ് അവിടെയുള്ള കൃഷിക്കാർ മുഴുവൻ നിൽക്കുന്നത്. 2 തീരദേശ പരിപാലന നിയമം അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. വലിയ ഉന്നത സൗധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് തീരദേശ പരിപാലന നിയമം ബാധകമല്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അവന്റെ ഒരു ഐസ്പ്ലാൻ സ്ഥാപിക്കുകയും ഒരു കെട്ടിടം വെക്കുകയും മെയിൻ്റനൻസ് നടത്തുകയൊക്കെ ചെയ്യുന്നതിന് തീരദേശ പരിപാലന നിയമം ഇന്ന് തടസ്സമായി നിൽക്കുന്നു. അതിനെ എടുക്കുന്ന ആ വിഷയം അവർ ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് സ്വാഭാവികമായും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് യോജിപ്പുള്ള വിഷയങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ഇപ്പൊ ഉള്ള ബീഫ് വിവാദം, ആ ബീഫ് വിവാദത്തെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ BJP-യും RSS-ഉം എടുക്കുന്ന നിലപാടുകളും അതിനെയൊക്കെ എതിർക്കാൻ തയ്യാറായി വരുന്നതിനെ ഇരുകൈയിൽ നെറ്റി സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ആ സംഭവതികളിലൊക്കെ അതിനെതിരായി ഒരു അക്ഷരം ഉരിയാടുന്നില്ല മാണി, അക്ഷരം ഉരിയാടുന്നില്ല ജോസഫൊക്കെ എങ്ങനെ അതിനകത്ത് നിൽക്കാൻ സാധിക്കും? മതന്യൂനപക്ഷങ്ങൾക്കെതിരെ 2020 ആകുമ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഇതര ഭാരതമാകും എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുകയാണ്. ഇവരെവിടെ പോകും? ഇവർ ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നാണല്ലോ പറയുക, കത്തോലിക്കളുടെ പാർട്ടി. ഇവരെ എല്ലാം നാട് വിട്ട് രാജ്യം വിട്ട് പോകാൻ അവർക്ക് സാധിക്കുമോ? വലിയ ഭീഷണിയല്ലേ അവർക്കെതിരായി നിലനിൽക്കുന്നത്? ആ സാഹചര്യത്തിൽ രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കഴിയുമ്പോൾ അതിൻ്റെ സന്ദർഭം ഇത് തന്നെയാണ്. ആ സന്ദർഭമാണ് ഇപ്പോൾ ആന്റണി രാജുവും അതുപോലെ ഫ്രാൻസിസ് ജോർജും എല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. ഈ സന്ദർഭത്തിൽ പോലും അതൊന്നും കണ്ടില്ലെന്ന് കടിച്ച് UDF-ന്റെ ഒരു സീറ്റിന് വേണ്ടി, അതിന്റെ പങ്കാളിത്തത്തിന് മന്ത്രി കസേരയ്ക്ക് വേണ്ടി അപ്പുറം നിൽക്കുന്നത് ആ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അനീതിയായിരുന്നു. ഇവരെ വിശ്വസിച്ചിരിക്കുന്ന കൃഷിക്കാരോട്, ഇവരെ വിശ്വസിക്കുന്ന റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ജോസ് കെ മാണി നിരാഹാരം കിടന്നു. അതിനുശേഷം പറഞ്ഞു 500 കോടി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. 50 രൂപ പ്രഖ്യാപിച്ചില്ലല്ലോ റബ്ബർ കൃഷിക്കാർ. ഇത്രയും ആ ഒറ്റ കാര്യം പറഞ്ഞ് KM മാണിയും മോനുമെല്ലാം ആ മുന്നണി ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇതിനോടൊപ്പമില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നത്. അപ്പോ വേറെ ചില ചർച്ചകൾ നടത്തി ചില ധാരണകൾ ഇവരെത്തിയിട്ടുണ്ട് BJP-യുമായി കൂട്ടുകൂടാൻ. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മാണിയും ജോസഫും അതുപോലെ തന്നെ ജോസ് കെ മാണിയും എല്ലാം അപ്പുറത്തേക്ക്. അത് മനസ്സിലാക്കിയവർ ആണ് കേരള കോൺഗ്രസ് ഉള്ളവർ അതിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചത്.
BJP-യുമായി ഇന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സഖ്യം ഉണ്ടാക്കാൻ സാധിക്കും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് അവര് ഒരു സ്യൂട്ടബിൾ സിറ്റുവേഷൻ മനസ്സിലാക്കി യോജിച്ച ഒരു അവസരം കിട്ടിയപ്പോ അവിടെ നിന്ന് വിടാൻ തീരുമാനിച്ചു. അതാണ് അനിൽ ജാർജും കൂട്ടരും രാജ്യം കൂട്ടരും എടുത്തിട്ടുള്ള നിലപാട്.